ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സ്കന്ധം 2 11 കഥയാണ്. കർത്തവ്യങ്ങളും വിരാട് പുരുഷ സങ്കല്പവും. മരണം അടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്തു രാജാവിന് ശ്രീശുകൻ മനുഷ്യന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിവിശിഷ്ടമായ ആ ഉപദേശം എല്ലാവരും അനുസരിക്കേണ്ടതാകുന്നു. എങ്കിൽ സാത്വികമായ ഭക്തിയുണ്ടാകും. ആത്മതത്വമറിയാത്ത മനുഷ്യരാണ് ഇന്ന് കൂടുതലും. അവർ ഉറങ്ങിയും വീട്ടുകാര്യങ്ങൾ അന്വേഷിച്ചും മായയിൽ കുടുങ്ങിയും സമയം ചെലവഴിക്കുന്നു, ആയുസ് നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ഭഗവാനിൽ അഭയം തേടുന്നവർ ഭഗവാനെ പറ്റിയുള്ള ഗീതങ്ങൾ കേൾക്കുന്നതിനും വാഴ്ത്തുന്നതിനും സ്മരിക്കുന്നതിനും സമയം കണ്ടെത്തുന്നു. അന്ത്യകാലത്ത് അല്പസമയമെങ്കിലും സൽക്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെയാണ് മുനീശ്വരന്മാർ ഈശ്വരനെ ധ്യാനിച്ചും വാഴ്ത്തിയും ആനന്ദത്തിൽ ലയിച്ച് മോക്ഷപ്രാപ്തി നേടിയിരുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ പിതാവായ വേദവ്യാസനിൽ നിന്ന് പുത്രൻ വേദതുല്യമായ ഭാഗവത പുരാണം പഠിച്ചു. ഭഗവാന്റെ ലീലകൾ ശുഗന്റെ മനസ്സിനെയും ഭഗവത് നാമം ഹൃദയത്തെയും സ്വാധീനിച്ചു. ഭക്തനായ പരീക്ഷത്തിന് അദ്ദേഹം ഭാഗവതം ഉപദേശിക്കുന്നു. അത് സക്തന്മാർക്കും വിരക്തന്മാർക്കും മുമുക്ഷുക്കൾക്കും ഇഷ്ടപ്രദമാണ്. ഭക്തി വർദ്ധിക്കും ഐശ്വര്യവും. അല്പനിമിഷം കൂടി മാത്രമേ ആയുസ്സുള്ളൂ എന്നറിഞ്ഞിട്ടും ഖൊടാങ്കൻ എന്ന രാജർഷി സർവവും ഉപേക്ഷിച്ച് ശ്രീഹരിയെ അഭയം പ്രാപിച്ചു, മുക്തി നേടി. ആ കഥയോർക്കുമ്പോൾ അങ്ങേക്ക് ധാരാളം സമയമുണ്ട്. ആ 7 ദിവസങ്ങൾ മോക്ഷപ്രാപ്തിക്കായി ഉപയോഗിക്കുക. അന്ത്യകാലം അടുക്കുമ്പോൾ മനുഷ്യൻ നിർഭയനായി മുന്നേറണം. സ്വന്തം ശരീരത്തിലും അതിനോട് ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളിലുമുള്ള അമിതമായ ആഗ്രഹം ഉപേക്ഷിക്കണം. സന്യസിച്ച് വീടുവിട്ട് ഇറങ്ങിയാൽ ബ്രഹ്മചര്യം സ്വീകരിക്കണം. പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ച് വിധിപ്രകാരം പ്രണവമന്ത്രം ജപിച്ച് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് വിരാട് രൂപം ഉറപ്പിക്കണം. അതോടെ തികഞ്ഞ ഈശ്വരഭക്തനാകുവാൻ കഴിയും. സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലമായ പ്രപഞ്ചം ഭഗവാന്റെ ശരീരമാകുന്നു. വിരാട് പുരുഷ രൂപത്തിൽ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും ദർശിക്കാൻ സാധിക്കും. വിശ്വരൂപത്തിന് പഞ്ചമഹാഭൂതങ്ങൾ, അഹങ്കാരം, മഹത്വത്വം എന്നീ 7 ആവരണങ്ങളുണ്ട്. ധ്യാനം സുഗമമാക്കുന്നതിനു വേണ്ടി ശ്രീശുകൻ ശരീരത്തിലെ ഓരോ അവയവത്തെപ്പറ്റിയും വിസ്തരിച്ച് രാജാവിന് പറഞ്ഞു കേൾപ്പിച്ചു. വിരാട് രൂപത്തിൻ്റെ പ്രാധാന്യവും അതിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ലെന്നും രാജർഷി വ്യക്തമാക്കി. വിരാട് പുരുഷരൂപം ധ്യാനിച്ചുകൊണ്ടാണ് ബ്രഹ്മദേവൻ പ്രളയത്തിൽ നഷ്ടപ്പെട്ട സൃഷ്ടികൾ പുനഃസ്ഥാപിച്ചത്. ബ്രഹ്മാണ്ഡ സൃഷ്ടിയോടെ സൃഷ്ടികർമ്മം ആരംഭിച്ചു. അർത്ഥശൂന്യങ്ങളായ സ്വർഗാദികൾ അനിത്യമാണ്. മായയ്ക്കടിമപ്പെട്ടാൽ വാസ്തവ സുഖം അനുഭവിക്കാനാവുകയില്ല. വിരാട് പുരുഷന്റെ പാദം മുതൽ മുഖം വരെയുള്ള ഓരോ അവയവവും ഓരോന്നിയായി ധ്യാന വിഷയമാക്കുക. ധ്യാനിക്കുന്തോറും ഹൃദയത്തോടൊപ്പം ആത്മാവും ചിന്തയും ശുദ്ധമായി തീരുന്നു. ദേഹം കൈവിടാൻ ആഗ്രഹിക്കുമ്പോൾ ദേശകാലങ്ങളെപ്പറ്റി ചിന്തിക്കരുത്. സുഖാസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്ത് പ്രാണനെ ജയിച്ച് മനസ്സുകൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. ബുദ്ധി കൊണ്ട് മനസ്സ് നിയന്ത്രിച്ച് അതിനെ ക്ഷേത്രജ്ഞനിലും ക്ഷേത്രജ്ഞനെ ആത്മാവിലും ലയിപ്പിക്കണം. ആത്മാവിനെ ബ്രഹ്മത്തിൽ ഏകീകരിച്ച് പരമാനന്ദത്തോടെ സർവ്വ കാര്യങ്ങളിൽ നിന്നും വിരമിക്കണം. എല്ലാവരും എന്നും ഭഗവാനായ ഹരിയുടെ കഥകൾ കേൾക്കണം, കീർത്തനം ചെയ്യണം, സ്വരൂപം ധ്യാനിക്കണം. എങ്കിൽ മനുഷ്യൻ ശുദ്ധ മനസ്സിൻ്റെ ഉടമയാകും, ഭഗവാന്റെ പാദങ്ങളിൽ വിലയിക്കും. കാര്യസിദ്ധിക്കു വേണ്ടി ആരാധിക്കേണ്ടതായ ദേവതകൾ ആരൊക്കെയാണെന്ന് ആരാഞ്ഞപ്പോൾ ശ്രീശുകൻ രാജാവിനോട് ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു. ബ്രഹ്മാവിനെ ആരാധിച്ചാൽ ബ്രഹ്മതേജസ് വർദ്ധിക്കും. ഇന്ദ്രിയ സാമർഥ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ദ്രനെ പൂജിക്കണം. സന്താനഭാഗ്യത്തിന് പ്രജാപതിമാരെയും പ്രീതിപ്പെടുത്തുക. ഐശ്വര്യത്തിന് സ്ത്രീ ദുർഗയെയും ധനത്തിന് അഷ്ടവസ്തുക്കളെയും വീര്യത്തിന് രുദ്രന്മാരെയും ഉപാസിക്കണം. ഭക്ഷണത്തിന് മുടക്കുവരാതിരിക്കാൻ അതിഥിയെയും സ്വർഗത്തിൽ വസിക്കാൻ അതിഥിപുത്രന്മാരെയും രാജ്യവിസ്തൃതിക്ക് വിശ്വദേവന്മാരെയും വണങ്ങണം. ശരീരപുഷ്ടിക്ക് ഭൂമിദേവിയെയും സൗന്ദര്യത്തിന് ഗന്ധർവന്മാരെയും സ്ത്രീയെ ആഗ്രഹിക്കുന്നവർ ഉർവശിയെയും യജിക്കണം. ധർമ്മം പുലരുന്നതിന് വിഷ്ണുവിനെയും സന്താനവർദ്ധനവിന്
പിതൃക്കളെയും ബാധകളേൽക്കാതിരിക്കാൻ യക്ഷന്മാരെയും കരുത്തുണ്ടാകാൻ മരുത്തുക്കളെയും വന്ദിക്കണം. ശത്രുനാശമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിരുദ്രിയെയും ഒന്നിനും ആശിക്കാത്തവൻ മഹാവിഷ്ണുവിനെയും സദാ ഉപാസിക്കണം. മനസ്സിലെ മാലിന്യമകറ്റി പരമഭക്തിയോടെ പുരുഷോത്തമനെ ധ്യാനിച്ച് സർവവും ആ പാദങ്ങളിൽ അർപ്പിച്ചാൽ ജന്മം സഫലമാകും, മുക്തി പ്രാപിക്കും. ഇങ്ങനെ വിവിധ ദേവതകളെ വിധിയാവണ്ണം ആരാധിക്കുന്നത് സജ്ജന സംഘത്തിന് ഇടവരുത്തും. അവിടെ ഉച്ചരിച്ചു കേൾക്കുന്ന ഹരിനാമങ്ങൾ കേട്ട് ഭക്തി വളർന്ന് വിഷ്ണുപദം പ്രാപിക്കും. ആത്മതത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ശ്രീ ശുഗന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉത്തരാപുത്രന്റെ മനസ്സിൽ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ദൃഢമായി ഉറച്ചു. അദ്ദേഹം തൻ്റെ ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കൾ എന്നിങ്ങനെയുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിശ്ശേഷം ഉപേക്ഷിച്ചു. അതോടെ ഹരിയുടെ കഥ കേൾക്കുമ്പോൾ അജ്ഞാനം നശിച്ചു പോകുവാൻ തുടങ്ങി. ഭഗവാന്റെ ബാലലീലകൾ കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും. കളിക്കുന്ന മട്ടിൽ ലോകപരിപാലനവും സംഹാരവും മറ്റും നടത്തുവാൻ ഭഗവാന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആത്മതത്വം ആദ്യം ശ്രീഹരി ബ്രഹ്മാവിന് ഉപദേശിച്ചു. ദേവൻ പിന്നീടത് പുത്രനായ നാരദനും, നാരദൻ വ്യാസനും, അദ്ദേഹം ശ്രീശുകനും നൽകി. തലമുറകളായി പകർന്നുപോന്ന ആ തത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചുവെന്നും പ്രകാശിപ്പിച്ചുവെന്നും ആരാൽ നിലകൊള്ളുന്നുവെന്നും ആർക്ക് അധീനനെന്നും ആരിൽ ചെന്നവസാനിക്കുന്നുവെന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാവരും ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവായി കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലെല്ലാം ശ്രീനാരായണൻ തന്നെയാണ്. വേദങ്ങളിൽ ശ്രീനാരായണൻ വിളങ്ങുന്നു. ദേവന്മാരിലും സ്വർഗം മുതലായ എല്ലാ ലോകങ്ങളിലും ശ്രീനാരായണന്റെ അംശം കാണാം. യാഗവും യോഗവും തപസ്സും ജ്ഞാനവും ഗതിയുമെല്ലാം നാരായണൻ നിയന്ത്രിക്കുന്നു. നിർഗുണനായ ഭഗവാൻ സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളെ രക്ഷ, സൃഷ്ടി, സംഹാരം എന്നിവയ്ക്കു വേണ്ടി സ്വീകരിക്കുന്നു. ഭഗവാന്റെ ആദ്യത്തെ അവതാരം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന വിരാട് പുരുഷനാണ്. വിശ്വം മുഴുവനും ആ പുരുഷന്റെ ശരീര അവയവങ്ങളാകുന്നു. അതിസുന്ദരങ്ങളായ അവതാരകഥകൾ മനസ്സിലെ മാലിന്യങ്ങൾ നശിപ്പിക്കുന്നവയാണ്. അവതാരം എന്ന പദത്തിന് കീഴോട്ടിറങ്ങൽ എന്നാണ് അർത്ഥം. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുന്ന അവസ്ഥയാണ് ഓരോ കഥയ്ക്കുമുള്ളത്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ സാധുക്കളെ സംരക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും അവതാരം ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് നാളെ അടുത്ത ഒരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.